ചോദ്യം നമ്പർ 121 എൽദോസ് പി കുന്നപ്പള്ളിയിൽ നോട്ട് ഇൻ ദ സെറ്റ്. ചോദ്യം നമ്പർ 122 ശ്രീ ടി പി രാമകൃഷ്ണൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീമതി കെ ശാന്തകുമാരി, ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി. സംസ്ഥാനത്തെ നഗരപ്രദേശത്ത് വസിക്കുന്ന സാമൂഹ്യ സുരക്ഷ ആവശ്യമായ 65 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് മാനസിക ഉല്ലാസവും ആരോഗ്യ പരിരക്ഷയും അവരുടെ സ്ഥലങ്ങളിൽ തന്നെ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 2010-11 വർഷം മുതൽ വയോമിത്രം പദ്ധതി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കി വരുന്നു. ആദ്യഘട്ടമായി കൊല്ലം, തിരുവനന്തപുരം കോർപ്പറേഷനുകളിൽ ആരംഭിച്ച വയോമിത്രം പദ്ധതി ഇപ്പോൾ സംസ്ഥാനത്തെ 6 കോർപ്പറേഷനുകളിലും 85 മുനിസിപ്പാലിറ്റികളിലും 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലുമായി ആകെ 104 യൂണിറ്റുകളിൽ വിജയപ്രദമായി പ്രവർത്തിച്ചു വരുന്നു. മൊബൈൽ ക്ലിനിക്കിലൂടെ സൗജന്യ ചികിത്സ, സൗജന്യ മരുന്നുകൾ, കൗൺസിലിംഗ്, പാലിയേറ്റീവ് കെയർ തുടങ്ങിയ സേവനങ്ങൾ ഗുണഭോക്താവിൻ്റെ അടുത്തെത്തിക്കുവാൻ കഴിയുന്നു എന്നതാണ് പ്രസ്തുത പദ്ധതിയുടെ സവിശേഷത. വയോജനങ്ങളെ ഏറെ അലട്ടുന്ന ജീവിതശൈലി രോഗനിയന്ത്രണം, മരുന്നുകൾ ഒന്നും മിണ്ടാതിരുന്നേ മിനിസ്റ്റർ ഹെഡ്സെറ്റ് വെച്ചോ? പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കത്. ആൻസർ ചെയ്തോ? ടേബിൾ ചെയ്തോ? ഉത്തരം പറയിപ്പിക്കാം. ടേബിൾ ചെയ്യാം. ശ്രീമതി കെ ശാന്തകുമാരി. സർ, കഴിഞ്ഞ തുടർച്ചയായി ഇവിടെ ചോദ്യം ചോദിച്ചാൽ മതി. ബാക്കി മിനിസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞു, അങ്ങ് ചോദ്യം ചോദിച്ചാൽ മതി. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തിന്റെ പ്രശ്നമാണ് ഞങ്ങൾ ചോദ്യമായി ഉന്നയിക്കുന്നത്. സർ, ഈ പ്രതിപക്ഷം ഇത്തരത്തിൽ ഇത് തടസ്സപ്പെടുത്തുന്നത് സൂചിപ്പിക്കുകയാണ്. സർ, കേരളത്തിലെ 18% വരുന്ന വയോജനങ്ങളെ ചേർത്ത് പിടിച്ച് ഒരു വയോസൗഹൃദ കേരളം സൃഷ്ടിക്കപ്പെട്ട ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ്. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് ഒരു വയോജന കമ്മീഷൻ അടക്കം രൂപീകരിക്കപ്പെട്ട് ഗവൺമെന്റ് ഞാൻ അഭിനന്ദിക്കുകയാണ്. സർ, വയോമിത്രം പദ്ധതിയുടെ ഭാഗമായി ചോദ്യതാണ്, വയോമിത്രം പരിപാടിയുടെ ഭാഗമായി ഇത് എത്ര ഗുണഭോക്താക്കളിൽ എത്ര രൂപയാണ് നാളിതുവരെ സംസ്ഥാന ഗവൺമെന്റ് ചെലവഴിച്ചെന്ന് വ്യക്തമാക്കാമോ? ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വയോമിത്രം പദ്ധതി എല്ലാ കോർപ്പറേഷൻ, മുനിസിപ്പൽ പ്രദേശങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും വ്യാപിപ്പിച്ചിട്ടുണ്ട്. വയോജനങ്ങൾക്ക് വാതിൽപ്പടി സേവനവും മെഡിക്കൽ അസിസ്റ്റൻസും ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും സേവനവും മരുന്നുകളും ലഭ്യമാക്കുന്നു എന്ന് മാത്രമല്ല, വയോജന ക്ലബ്ബുകൾ, ചിലയിടങ്ങളിൽ വയോജന പാർക്കുകൾ തുടങ്ങിയ സേവനങ്ങളും അവർക്ക് നൽകി വരുന്നുണ്ട്. മാനസിക ഉല്ലാസത്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. എത്ര ഗുണഭോക്താക്കൾ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ കണക്ക് ഇപ്പോൾ എൻ്റെ കൈവശമില്ല. വിവിധ മുനിസിപ്പാലിറ്റികളിൽ പല അളവിലാണ് വയോമിത്രത്തിൻ്റെ ഗുണഭോക്താക്കൾ അംഗങ്ങളായിട്ട് ചേർന്നുകൊണ്ടിരിക്കുന്നത്. സർ, ഈ പദ്ധതി നഗരപ്രദേശങ്ങളിൽ നിന്ന് കേരളത്തിലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വ്യക്തമാക്കാമോ? ഇപ്പോൾ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും അത് ലഭ്യമല്ല എന്നുള്ളതുകൊണ്ട് എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ഈ സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളെക്കുറിച്ച് പരിഗണിച്ചു വരികയാണ്. ഉടൻ തന്നെ ആ രീതിയിൽ കേരളത്തിലെ മുഴുവൻ വയോജനങ്ങൾക്കും ഈ സേവനം ലഭ്യമാക്കാനുള്ള സാധ്യത പരിശോധിച്ചു വരികയാണ്. ശ്രീ മുരളി പെരുന്നല്ലി. സാർ, വയോജനക്ഷേമവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ എന്തൊക്കെയാണെന്നും ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖാന്തരം നടപ്പാക്കുന്ന വി കെയർ പദ്ധതി പ്രകാരം എത്ര പേർക്ക് ചികിത്സാ സഹായം അനുവദിച്ചിട്ടുണ്ട്, ഇത് എത്ര രൂപയാണ് അനുവദിച്ചത് എന്നുള്ളത് വ്യക്തമാക്കാം. വയോജനക്ഷേമവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യനീതി വകുപ്പ് വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ച വയോജന കമ്മീഷൻ നിയമം മൂലം തന്നെ നിലവിൽ വന്നിരിക്കുകയാണ്. വയോമിത്രം പദ്ധതി എല്ലാ നഗരപ്രദേശങ്ങളിലും തെരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തുകളിലും വയോജനങ്ങൾക്ക് വേണ്ട ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നു. മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾ 27 റവന്യൂ ഡിവിഷനുകളിലും പ്രവർത്തിച്ചു വരുന്നുണ്ട്. RDOമാരുടെ അധ്യക്ഷതയിൽ പ്രവർത്തിക്കുന്ന ഈ ട്രിബ്യൂണലുകൾക്ക് വേണ്ടുന്ന എല്ലാവിധ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടും നൽകി വരുന്നത് സാമൂഹ്യനീതി വകുപ്പാണ്. ടെക്നിക്കൽ അസിസ്റ്റന്റുമാർ ഉൾപ്പെടെ
വകുപ്പിൻ്റെ ചെലവിലാണ് മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾ നടന്നു വരുന്നത്. സായംപ്രഭ ഹോമുകളും മാതൃകാ സായംപ്രഭ പദ്ധതിയും പകൽ വീടുകൾ എന്ന നിലയിൽ വയോജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കി വരുന്ന പദ്ധതിയാണ്. വയോരക്ഷാ പദ്ധതി പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോകുന്ന, ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങൾക്ക് ആവശ്യമായ എന്ത് സഹായവും ഏറ്റവും പെട്ടെന്ന് എത്തിക്കുന്നതിനു വേണ്ടി സാമൂഹ്യനീതി ഓഫീസർമാരിലൂടെ നടപ്പാക്കി വരുന്ന പദ്ധതിയാണ്. വയോരക്ഷാ പദ്ധതി പ്രതിസന്ധി ഘട്ടത്തിൽ മെഡിക്കൽ സേവനം, ആംബുലൻസ് സർവീസ്, മരുന്നുകൾ, സുരക്ഷിതമായ പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നുണ്ട്. വയോ അമൃതം പദ്ധതി വയോജന ഹോമുകളിലെ അന്തേവാസികൾക്കുള്ള ആയുർവേദ വിധി പ്രകാരമുള്ള ചികിത്സാ സൗകര്യമാണ്. ഓർമ്മത്തോണി എന്ന പദ്ധതി ഡിമെൻഷ്യ ബാധിത വയോജനങ്ങൾക്കുള്ള സഹായം നൽകുന്ന മെമ്മറി ക്ലിനിക്കുകൾ സംസ്ഥാനത്തുടനീളം സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിയാണ്. തുടങ്ങി ദ്രുതകർമ്മസേന RRT ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പെട്ടെന്ന് രൂപീകരിച്ച് പരിശീലനം നൽകി തയ്യാറാക്കിയിരിക്കുകയാണ്. അതുപോലെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ, എൽഡർലി ഹെൽപ്പ് ലൈൻ വയോജന മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സല്ലാപം എന്ന പേരിൽ ഫോൺ എ ഫ്രണ്ട് എന്ന പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട്. ഇവിടെ രണ്ടാമത്തെ ചോദ്യം, VKR പദ്ധതി പ്രകാരം എത്ര പേർക്ക് ധനസഹായം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 604 ഗുണഭോക്താക്കൾക്കായി 15,61,00,000 രൂപ ഈ സർക്കാരിൻ്റെ കാലത്ത് ചികിത്സാ സഹായമായി VKR പദ്ധതിയിലൂടെ അനുവദിച്ചിട്ടുണ്ട്. ശ്രീമതി ദലീമ ചുമതലപ്പെടുത്തൽ പ്രകാരം സലാം. പെട്ടെന്ന് സാർ, വയോജന നയം രൂപീകരിക്കപ്പെടുകയും വയോജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന നിയമനിർമ്മാണം ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കിയ വകുപ്പിനെയും സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് സാർ. സാർ, ആശ്വാസീകരണം പദ്ധതി എത്ര പേർക്കാണ് വർദ്ധിപ്പിച്ച് നൽകുന്നത്? ഈ പദ്ധതി വിപുലപ്പെടുത്താനും അതിൻ്റെ തുക വർദ്ധിപ്പിക്കാനും നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് സാർ ചോദ്യം. മിനിസ്റ്റർ, ആശ്വാസകിരണം പദ്ധതി 600 രൂപ എന്ന നിലയിലാണ് നേരത്തെ പ്രതിമാസം വിതരണം ചെയ്തിരുന്നത്. അത് 1000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് 26-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നിരന്തരം സാമൂഹ്യനീതി വകുപ്പിൻ്റെ ആവശ്യപ്രകാരമാണ് ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ഇത് 600 രൂപയിൽ നിന്ന് 1000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. തീവ്ര ഭിന്നശേഷിയുള്ളവരും ശയ്യാവലംബികളുമായിട്ടുള്ള വ്യക്തികളെ പരിചരിക്കുന്നതിനു വേണ്ടി നൽകി വരുന്ന ധനസഹായമാണ് 600 രൂപ ആശ്വാസകിരണം. അതാണ് ഇപ്പോൾ 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇതിനായി 100 കോടി രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. ഇത് കൂടാതെ 20,000 പുതിയ ഗുണഭോക്താക്കളെയാണ് പദ്ധതിയിലേക്കായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ശ്രീ എ പ്രഭാകരൻ. സർ, മക്കളും ബന്ധുക്കളും ഉപേക്ഷിച്ച് ഒറ്റപ്പെട്ടിരിക്കുന്ന വയോജനങ്ങളുടെ മാനസിക സംഘർഷം ഒഴിവാക്കാനും മാനസിക ഉല്ലാസം ഉണ്ടാക്കുന്നതിനും ആവശ്യമായ എന്തെങ്കിലും പുതിയ പരിപാടികൾ മന്ത്രി അത് തയ്യാറാക്കിയിട്ടുണ്ടോ എന്നറിയാൻ, അതാണ് എൻ്റെ ചോദ്യം. മിനിസ്റ്റർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച സല്ലാപം പദ്ധതി ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങൾക്ക് യുവതലമുറയിലുള്ളവരോട് സംവദിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പദ്ധതിയാണ്. ഇന്റർജനറേഷണൽ ടൈസ്, തലമുറകൾക്കിടയിലുള്ള ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഒഴിവുവേളകളിൽ യുവജനങ്ങളുമായിട്ടോ മറ്റുള്ള സുഹൃത്തുക്കളുമായിട്ടോ ഫോണിലൂടെ സംവദിക്കാനുള്ള സൗകര്യമാണ് ഫോൺ എ ഫ്രണ്ട് സല്ലാപം പദ്ധതിയിലൂടെ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ വയോമിത്രം പദ്ധതിയിലൂടെ വയോജന ക്ലബ്ബുകൾ മാനസിക ഉല്ലാസത്തിന് സഹായകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം വയോജന പാർക്കുകൾ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വയോജന ക്ലബ്ബുകളിലൂടെ ടൂറ് കൊണ്ടുപോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പല നഗരസഭകളിലും ഇതിനകം തന്നെ വിജയകരമായ വിധത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. വയോജനങ്ങൾക്കായിട്ട് വയോ സൗഹൃദ മേളകൾ പലയിടങ്ങളിലും സാമൂഹ്യനീതി വകുപ്പിന്റെ കൂടെ പിന്തുണയോടുകൂടി നടപ്പാക്കുന്നുണ്ട്. വയോജന സംഗമങ്ങൾ. ബഹുമാനപ്പെട്ട അംഗങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിന്റെ ഉത്തരവാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞത്. നിങ്ങൾ കൂടി അറിയേണ്ട ഭാഗമാണ്, നിങ്ങൾ കൂടി അറിയേണ്ട ഉത്തരവാണ് പറഞ്ഞിട്ടുള്ളത്. ചോദ്യം നമ്പർ 123, ശ്രീ ജി സ്റ്റീഫൻ, ന്യൂനപക്ഷ ക്ഷേമം, കായികം, വഖഫ്, ഹജ്ജ് വകുപ്പ് മന്ത്രി. സർ, ABC കേരളത്തിൽ ആദ്യമായാണ് ചീഫ് മിനിസ്റ്റേഴ്സ് റിസർച്ച്
ഫെലോഷിപ്പ് ഫോർ മൈനോറിറ്റീസ് എന്നൊരു സ്കോളർഷിപ്പ് ആരംഭിക്കുന്നത്. ഞാനിത് ടേബിൾ ചെയ്യാണ് സർ. ടേബിൾ ചെയ്യുന്നു. താങ്ക് യു. ശ്രീ ജി സ്റ്റീഫൻ. സർ, സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നോക്കാവസ്ഥ, അവരുടെ ക്ഷേമം എന്നിവ സംബന്ധിച്ച വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് ഈ സർക്കാർ ശക്തമായിട്ടുള്ള നിലപാടുകളാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടാണ് കേരളത്തിലെ ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. ഈ ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് അതീവ പ്രാധാന്യമാണ് സർക്കാർ നൽകുന്നത്. ഇത്തരത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട യുവതീയുവാക്കൾക്കായി നൈപുണ്യ പരിശീലന പദ്ധതികൾ ഏതെല്ലാമാണ് നടപ്പിലാക്കി വരുന്നതെന്ന് വ്യക്തമാക്കാം. മിനിസ്റ്റർ. സർ, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായി മികച്ച തൊഴിൽ നൈപുണ്യ പരിശീലന പരിപാടികൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് സർ. അസാപ്പ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി മുഖേന ഈ പരിശീലന പദ്ധതികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. നൈപുണ്യ പരിശീലന പദ്ധതികൾക്ക് അത് പ്രത്യേകം സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കുകയും ആ സ്ഥാപനങ്ങൾ മുഖേന 20, 25, 26 വർഷം നടപ്പിലാക്കുന്നതിന് കരാറിൽ ഏർപ്പെടുകയും ആയതിൻ്റെ ഭാഗമായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള മുഖേന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ഉന്നത സാങ്കേതിക പരിശീലനം നൽകുന്നതിനായി 12 മാസം ദൈർഘ്യമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ വെബ് ആൻഡ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജീസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ആൻഡ് ഡാറ്റ ഇൻ്റലിജൻസ് എന്നീ കോഴ്സുകൾ പരിശീലനം ആരംഭിക്കാൻ തീരുമാനിക്കുകയും 2 കോഴ്സുകൾക്കായി 90 ലക്ഷം രൂപയുടെ പ്രപ്പോസൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനവും ആധുനിക സാങ്കേതിക മേഖലകളിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നതുമാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. ഓരോ കോഴ്സിലും 30 വിദ്യാർത്ഥികൾക്ക് വീതം പ്രവേശനം നൽകും. ഒരു വിദ്യാർത്ഥികൾക്ക് 15 ലക്ഷം രൂപയാണ് പരിശീലന ചെലവ്. പ്രസ്തുത കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുകയും 102 ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 26 ജനുവരി, 13, 14, 16 തീയതികളിൽ ഓൺലൈൻ ഇൻ്റർവ്യൂ നടത്തുകയും അതിൽ 36 വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. BPL വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകി കുടുംബ വാർഷിക വരുമാനത്തിൻ്റെയും മാർക്കിൻ്റെയും അടിസ്ഥാനത്തിൽ ജനസംഖ്യ അനുപാതികമായിട്ടാണ് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായി സർട്ടിഫിക്കറ്റ് പരിശോധന 2026 ഫെബ്രുവരി ആദ്യവാരം നടത്തുന്നതാണ്. സർ, ഈ സർക്കാരിൻ്റെ കാലയളവിൽ ന്യൂനപക്ഷ ക്ഷേമത്തിന് ക്രമാനുഗതമായിട്ടുള്ള ബഡ്ജറ്റ് വർധനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പണം കൂടുതലായി വകയിരുത്തിയിട്ടുണ്ട്. ഇതിൽ തന്നെ അധിക ഭാഗവും വിവിധങ്ങളായിട്ടുള്ള സ്കോളർഷിപ്പുകൾക്കാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ധനം വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, സമീപകാലത്ത് കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിക്ക് പകരം ഈ സർക്കാർ നടപ്പിലാക്കിയ മാർഗദീപം സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് വിശദമാക്കാമോ? ഈ സർക്കാരിൻ്റെ കാലയളവിൽ നാളിതുവരെ എത്ര വിദ്യാർത്ഥികൾക്ക് ഈ ആനുകൂല്യം ലഭ്യമായിട്ടുണ്ടെന്നുള്ള വിവരം വിശദമാക്കാമോ? സർ, രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ 1 മുതൽ 8 വരെ ക്ലാസുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് കേന്ദ്ര സർക്കാർ നൽകി വന്നിരുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പ് 22 സാമ്പത്തിക വർഷം മുതൽ നിർത്തലാക്കിയിട്ടുള്ളത്. സർ, 9, 10 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമായി ത്വരിതപ്പെടുത്തിയിട്ടുമുണ്ട്. പ്രസ്തുത സാഹചര്യത്തിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖേന 1 മുതൽ 8 വരെ ക്ലാസുകൾ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി മാർഗദീപം എന്ന പേരിൽ പുതിയൊരു സ്കോളർഷിപ്പ് പദ്ധതിക്കായി 24-25 സാമ്പത്തിക വർഷം ബഡ്ജറ്റിൽ 20 കോടി രൂപ അനുവദിക്കുകയും 1,21,667 വിദ്യാർത്ഥികൾക്കായി 18.25 കോടി രൂപ വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. സർ, നടപ്പ് സാമ്പത്തിക വർഷം 20 കോടി രൂപ ബഡ്ജറ്റ് വീതമായി ലഭിക്കുകയും ഈ പദ്ധതിക്ക് 1,25,649 വിദ്യാർത്ഥികൾക്കായി 18,84,000 രൂപ വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അർഹരായിട്ടുള്ള കൂടുതൽ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭ്യമാക്കുന്നതിന് തരത്തിൽ 26-27 സാമ്പത്തിക വർഷം മാർഗദീപം സ്കോളർഷിപ്പിനായുള്ള തുക
22 കോടി രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ ക്ഷേമത്തിനായിട്ടാണ് ഈ സർക്കാർ നിലകൊള്ളുന്നത്. ശ്രീ പി ടി റഹീം ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ എൻ കെ അക്ബർ, ശ്രീ സി കെ ഹരീന്ദ്രൻ. സാർ, കണ്ണൂരിൽ ഹജ്ജ് ഹൗസ് നിർമ്മിക്കുവാൻ സർക്കാർ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, വിശദമാക്കാമോ? യെസ് മിനിസ്റ്റർ. സർ, കണ്ണൂരിലെ പുതിയ ഹജ്ജ് ഹൗസിൻ്റെ പ്രവർത്തനം ഈ ഹജ്ജ് സീസണിൽ ആരംഭിക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അവിടെ ഭൂമി തരപ്പെടുത്തിയെടുക്കുന്ന കാര്യത്തിലും അതിൻ്റെ പ്ലാൻ എസ്റ്റിമേറ്റ് ആവുന്ന കാര്യത്തിലും ചെറിയ താമസം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എയർപോർട്ടിന് ചേർന്ന് കിടക്കുന്ന കിഴല്ലൂർ വില്ലേജിൽ 1 ഏക്കർ ഭൂമിയാണ് ഹജ്ജ് ഹൗസിനായി അനുവദിക്കുകയുണ്ടായിട്ടുള്ളത്. നിർമ്മാണത്തിലുള്ള പെർമിറ്റ് സാങ്ഷൻ ലഭ്യമാക്കുകയും അപ്രകാരം നിർമ്മാണത്തിൻ്റെ പ്രാരംഭഘട്ടങ്ങളായ മണ്ണ് പരിശോധന, പ്ലാൻ തയ്യാറാക്കൽ എന്നിവ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. സർ, ഇപ്പോൾ ഭൂമിയുടെ രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ ഭൂമി അടിയന്തരമായി തരപ്പെടുത്ത് 38 കോടി രൂപ ചെലവിലാണ് ഈ ഹജ്ജ് ഹൗസ് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ സാമ്പത്തിക വർഷം തന്നെ ഇതിനുവേണ്ടി സർക്കാർ 5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ശ്രീ ആന്റണി ജോൺ. സർ, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിധവകൾക്കായി സ്വയം തൊഴിൽ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടോ, വിശദമാക്കാമോ? യെസ് മിനിസ്റ്റർ. സർ, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിധവകൾ, വിവാഹ മോചനം നടത്തിയവർ, വിവാഹക്ഷമതയില്ലാത്ത സ്ത്രീകൾ, ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നീ സാമൂഹികമായും സാമ്പത്തികപരമായും പിന്നോക്കം അനുഭവിക്കുന്നവരാണ്. സ്ഥിരമായി വരുമാന മാർഗങ്ങളോ മറ്റു സൗകര്യവുമില്ലാതെ ദാരിദ്ര്യത്തിൽ മുഴുകുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ സാമൂഹിക സുരക്ഷതയിലേക്കും അതോടൊപ്പം തന്നെ അവരുടെ പശ്ചാത്തലം മാറ്റിയെടുക്കുന്നതിനു വേണ്ടിയാണ് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ സാമ്പത്തിക പിന്തുണ നൽകുന്ന പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 25-26 സാമ്പത്തിക വർഷത്തിൽ ഈ പദ്ധതിയുടെ കാര്യക്ഷമമായിട്ടുള്ള നടപ്പിലാക്കലിനായി 5 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളതാണ്. 500 സ്ത്രീകളെയാണ് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ സർക്കാർ ഉത്തരവ് പ്രകാരം തൊഴിൽ പദ്ധതിക്ക് അനുവദിച്ചിട്ടുള്ള തുക കൃത്യമായി നൽകാനുള്ള അപേക്ഷകൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സർ, ഈ അപേക്ഷകളുടെ പൂർണ്ണമായുള്ള വിവരം ലഭ്യമാകുന്നവർക്ക് ആ പണം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ശ്രീ എം നൌഷാദ്. സർ, കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടോ, അതിൻ്റെ വിശദാംശങ്ങൾ നൽകാൻ കഴിയുമോ? യെസ് മിനിസ്റ്റർ. സർ, കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും സുതാര്യമായ രീതിയിലാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. ഇന്ന് ഈ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഏകദേശം 5 കോടി രൂപ ലാഭത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും പുതിയ ഓഡിറ്റിംഗ് റിപ്പോർട്ട് പ്രകാരം നമുക്ക് അറിയാൻ കഴിഞ്ഞത്. സർ, കേരളത്തിലെ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ശാഖകൾ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സ്ഥാപിക്കുന്ന കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലാണ്. അതിൻ്റെ ആദ്യഘട്ടമായി കോട്ടയത്തും ആലപ്പുഴയിലും പുതിയ റീജിയണൽ ഓഫീസുകൾ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. സർ, ആയതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ ഫെബ്രുവരിയിൽ നടക്കുകയാണ്. ഇതിലേക്കായി സ്റ്റാഫുകളുടെ റിക്രൂട്ട്മെൻറ്റ് ഓഫീസിൽ ആവശ്യമായുള്ള സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസാവസാനം തന്നെ ശാഖകളുടെ പ്രവർത്തനം ആരംഭിക്കും. കോർപ്പറേഷൻ്റെ വിവിധ സ്കീമുകൾ കൂടുതൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എത്തിക്കാൻ ഇത്തരം നടപടിയിലൂടെ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. കൂടാതെ ലാപ്ടോപ്പ് വായ്പ, വിധവകൾക്കുള്ള സ്വയം തൊഴിൽ വായ്പ എന്നിവ പുതുതായി കോർപ്പറേഷൻ ആരംഭിക്കുന്ന സ്കീമുകളാണ്. മാത്രവുമല്ല, തിരിച്ചടവ് മുടങ്ങിക്കിടക്കുന്ന ലോണുകൾക്ക് പ്രത്യേകം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി, അദാലത്ത് എന്നിവയും നടത്തിവരുന്നു. കോർപ്പറേഷൻ്റെ അംഗീകൃത ഓഹരി മൂലധനം 50 കോടി രൂപയായിരുന്നത് 100 കോടി രൂപയായി സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2016 മുതൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട 4924 ഗുണഭോക്താക്കൾക്ക് വായ്പ അനുവദിക്കാൻ സാധിച്ചിട്ടുണ്ട്. സർ, ഈ സാമ്പത്തിക വർഷം ഏകദേശം 2 കോടി രൂപയിലധികം പുതിയ കിട്ടാക്കടങ്ങൾ പിരിച്ചെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്.
ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. സർ, ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള പല സ്കോളർഷിപ്പുകളും കേന്ദ്ര ഗവൺമെൻറ് സമീപകാലത്തായി ഒഴിവാക്കുകയോ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ട്. അവ പുനഃസ്ഥാപിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് അവ ഏറ്റെടുത്ത് പുനഃസ്ഥാപിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. സർ, ഈ കാര്യമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. കേന്ദ്ര ഗവൺമെൻറ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായിട്ടുള്ള വിഹിതം ഏറ്റവും കൂടുതൽ വെട്ടിക്കുറച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 300-ലധികം കോടി രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം 66 കോടി രൂപയായി അതിൻ്റെ ധനസഹായം കുറഞ്ഞിട്ടുണ്ട് സർ. ഇപ്പോൾ കേരളത്തിൽ തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായിട്ടുള്ള അവരുടെ റിസർച്ച് സ്കോളർഷിപ്പ്, അതിന് ചീഫ് മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെലോഷിപ്പ് ഫോർ മൈനോറിറ്റീസ് എന്ന പേരിൽ ഒരു വിദ്യാർത്ഥിക്ക് 5 വർഷം കോഴ്സ് പഠിക്കുന്നതിന് 7,40,000 രൂപയെങ്കിലും അവർക്ക് ലഭിക്കുന്ന രീതിയിലൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാർഗദീപം സ്കോളർഷിപ്പിൻ്റെ ഭാഗമായി 1,25,000-ലധികം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഇനിയും ഈ വർഷവും അതിന് പണം കൂടുതൽ വെക്കുകയും അത് കൂടുതൽ ആളുകളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ IIT തുടങ്ങിയിട്ടുള്ള കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് നല്ല രീതിയിൽ നൽകി വരുന്നുണ്ട്. ഒരു വർഷം 50,000 രൂപയെങ്കിലും അവർക്ക് നൽകുന്ന രീതിയിലാണ് ആ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതിയിലൂടെ കേരളത്തിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള അവരുടെ പഠനം, അവർക്ക് ഭാവിയിൽ ജോലി കണ്ടെത്താനുള്ള നടപടികൾ, ഇതെല്ലാം തന്നെ സുതാര്യമായി നടപ്പിലാക്കാൻ ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കാലത്ത് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തുകയാണ് സർ. ചോദ്യം നമ്പർ 124 ശ്രീ IB സതീഷ്, ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി. ഈ ചോദ്യം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം യാത്രാക്ലേശം പരിഹരിക്കാൻ എന്തെല്ലാം ചെയ്തു എന്നാണ് ചോദ്യം. വളരെ ദീർഘമായൊരു ഉത്തരമാണ്, അതുകൊണ്ട് ഞാനത് ടേബിൾ ചെയ്യാം സർ. താങ്ക് യു. ശ്രീ IB സതീഷ്. സർ, വികസനത്തിൻ്റെ സൂര്യശോഭയാണ് കേരളത്തിൽ കാണാനാവുന്നത്. അതിനെ അസംബന്ധ വിവാദങ്ങളുടെ പാഴ്മുറം കൊണ്ട് മറച്ചു പിടിക്കാനാണ് നിർഭാഗ്യവശാൽ പ്രതിപക്ഷം ചെയ്യുന്നത്. KSRTCയിലും അവിശ്വസനീയമായ മാറ്റങ്ങളുടെ കാലമാണ്. ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുകയും 1 കോടി രൂപയുടെ ഇൻഷുറൻസ് പ്രഖ്യാപിക്കുകയും നടപ്പാക്കുകയും ചെയ്തു. എന്ത് മാജിക്കാണ് ഈ വിസ്മയിപ്പിക്കുന്ന മാറ്റങ്ങൾക്ക് പിന്നിലുള്ളത്? ഒപ്പം ജീവനക്കാരുടെ ക്ഷേമത്തിനും കുടുംബക്ഷേമത്തിനുമായി ആസൂത്രണം ചെയ്ത മറ്റു പദ്ധതികൾ കൂടി വിശദീകരിക്കാമോ? യെസ് മിനിസ്റ്റർ. KSRTCയുടെ പ്രവർത്തനങ്ങളിൽ വന്ന അച്ചടക്കമാണ്, സാമ്പത്തിക അച്ചടക്കം, മറ്റു കാര്യങ്ങളിലുള്ള പരമാവധി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം. മാക്സിമം ബസ്സുകളെ 1400-ഓളം ബസ്സുകൾ ഗ്യാരേജിൽ കിടന്നു പണിയാൻ വേണ്ടിയിട്ട്. അതെല്ലാം ഇപ്പോൾ കുറഞ്ഞ 400-450 വണ്ടി മാത്രമേ അകത്തുള്ളൂ, ബാക്കി വണ്ടികളെല്ലാം വെളിയിലുണ്ട്. അപ്പോൾ ഈ വണ്ടികൾ മാക്സിമം ഓടിക്കുകയും പിന്നെ തൊഴിലാളികളുമായി നല്ല സൗഹൃദത്തിൽ ഏർപ്പെട്ട് അവരുടെ സ്വഭാവ രൂപീകരണം, പിന്നെ അപകടമില്ലാത്ത യാത്ര, മദ്യപാനം ഒഴിവാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ജനങ്ങൾ വീണ്ടും വിശ്വാസം ആർജിച്ചു. ഈ ഒരു സംവിധാനത്തോട് ഒരു ജനവിശ്വാസം ആരംഭിക്കുകയും കഴിഞ്ഞ 2 വർഷമായി വൻതോതിൽ യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് തന്നെ യാത്രക്കാരുടെ എണ്ണം 2023-ൽ 19,35,000 ആയിരുന്നു. 2024 ആയപ്പോഴേക്കും അത് 19,84,000 2025-ൽ അത് 20,27,000 മാറി. ഇപ്പോൾ തന്നെ ഇതുവരെ 31/1 വരെ 2026-ൽ 22,18,000 ആളുകൾ യാത്രക്കാരായി മാറിക്കഴിഞ്ഞു. അപ്പോൾ KSRTCയെ വിട്ട് സ്കൂട്ടറൊക്കെ വാങ്ങിച്ച് കാറൊക്കെ വാങ്ങിച്ച് പോയ ആളുകൾ പോലും അതെല്ലാം ഉപേക്ഷിച്ചിട്ട് പൊതുഗതാഗതത്തെ ആശ്രയിക്കുകയും ഇതിൻ്റെ ഏറ്റവും ആധുനികമായ ബസ്സുകളും സൗകര്യങ്ങളും, ബസ് സ്റ്റേഷനിൽ ഒരുക്കുന്ന സൗകര്യങ്ങൾ, ഇതിലേക്ക് ആകൃഷ്ടരായി വന്നിരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹം ചോദിച്ച ചോദ്യം ജീവനക്കാരുടെ ക്ഷേമത്തെക്കുറിച്ചാണ്. കാരണം കേരളത്തിലല്ല, സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്ത ഒരു ഇൻഷുറൻസാണ് നമ്മൾ ഏർപ്പെടുത്തിയത്. ഒരു വ്യക്തി അപകടത്തിൽ മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് 1 കോടി രൂപ കിട്ടും. ആദ്യത്തെ വ്യക്തി ട്രെയിൻ തട്ടി മരിച്ച വ്യക്തിക്ക്, ഇദ്ദേഹം വിഴിഞ്ഞത്തുള്ള ആളാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കുമായി 1 കോടി രൂപ കൊടുത്തു. അതുകൂടാതെ പെൺകുഞ്ഞിനെ വിവാഹം കഴിപ്പിക്കാൻ 5 ലക്ഷം രൂപ, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും പഠിക്കാൻ 5 ലക്ഷം രൂപ വെച്ച് ഈ ഇൻഷുറൻസിൻ്റെ ഭാഗമായി കിട്ടും. നോർമലായിട്ടുള്ള ഒരു മരണമാണെങ്കിൽ തന്നെ 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപ കിട്ടും. 10 ലക്ഷം രൂപ കിട്ടുന്ന പോളിസിയുമുണ്ട്. 2 ബാങ്കുകളാണത്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും യൂണിയൻ ബാങ്കുമാണത് കൈകാര്യം ചെയ്യുന്നത്. ഇഷ്ടമുള്ള അക്കൗണ്ടിലേക്ക് ആളുകൾക്ക് മാറാം. 10,000 രൂപ ഒരു വർഷം അടച്ചാൽ, 10,000 രൂപ വർഷം അടച്ചാൽ വീട്ടിലെ 4 പേർക്ക്, ഭാര്യ ഭർത്താവ് 2 കുഞ്ഞുങ്ങൾ, ഈ 4 പേർക്ക് 50 ലക്ഷം വരെയുള്ള ചികിത്സ
കേരളത്തിലെ ഏത് ആശുപത്രിയിലും സൗജന്യമായിരിക്കും. കാർഡ് കൊടുത്ത് ചികിത്സിച്ചിട്ട് പോരാം, അവിടെ ഇൻഷുറൻസ് ഉണ്ട്. ഇത്തരത്തിൽ ക്ഷേമ പ്രശ്നം നടപ്പിലാക്കിയിട്ടുണ്ട്. അതുകൂടാതെ KSRTC ഒരു ആശുപത്രി തുടങ്ങുകയാണ്. കിഴക്കേക്കോട്ടയിൽ KSRTC എന്ന സ്ഥലത്ത് ആശുപത്രി തുടങ്ങുന്നു. ഇത് ജീവനക്കാർക്ക് വേണ്ടി മാത്രമല്ല, പാവപ്പെട്ട ആളുകൾക്ക് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡയാലിസിസ് മെഷീൻ തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഡോക്ടറുണ്ട്, പിന്നെ ഞങ്ങൾക്ക് നിംസ് ഹോസ്പിറ്റലിൽ നിന്ന് നെഫ്രോളജിസ്റ്റിനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ സൗജന്യമായി തരുന്നതാണ് സേവനം. അപ്പോൾ ആ പ്രദേശത്തുള്ള സാധുക്കളായ ആളുകൾക്ക് കോസ്റ്റ് പ്രൈസിൽ ഡയാലിസിസ് ഒരു ദിവസം 10 ബെഡാണ് നമുക്ക് ഒഴുക്കാൻ ഉദ്ദേശിക്കുന്നത്. 10 ബെഡ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്, 10 മെഷീൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10 പേർക്ക് ഒരു സമയത്ത് ഡയാലിസിസ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഏർപ്പെടുത്തുകയും അവിടെ എല്ലാ മരുന്നുകളും ഏറ്റവും ന്യായ വിലയ്ക്ക് അവിടുത്തെ ഫാർമസിയിൽ നിന്ന് കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ജീവനക്കാർക്ക് മാത്രമല്ല, ആ പ്രദേശത്തെ സാധാരണക്കാരായ പാവപ്പെട്ടവർക്കും ഈ സൗകര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. എത്തുന്ന യാത്രക്കാർക്ക് നൽകുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാം. KSRTC ബസ് സ്റ്റാൻഡിലെത്തുന്ന കുടുംബസമേതം എത്തുന്നവർക്ക് ഇരിക്കാനുള്ള എയർ കണ്ടീഷൻ റൂം നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. AC വിശ്രമമുറി, അതിൽ കുടുംബസമേതം ഇരിക്കാം. സ്ത്രീകൾക്ക് പ്രത്യേകം ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അതിനകത്ത് വായിക്കാനുള്ള പുസ്തകങ്ങളുണ്ട്. അതുകൂടാതെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇങ്ങനെയെല്ലാം ഒരുക്കിയിട്ടുണ്ട്. വളരെ തുച്ഛമായ പൈസയ്ക്കാണ് 1 മണിക്കൂർ ഇരിക്കുന്നത്. അപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ ഗ്ലാസ് കൊണ്ടുള്ളൊരു നിർമ്മിതിയാണ്, ഞാൻ തന്നെ ഡിസൈൻ ചെയ്തൊരു സാധനമാണ്. അപ്പോൾ അതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ വരുന്ന വണ്ടി കാണാം. അപ്പോൾ വണ്ടി വരുമ്പോൾ കാണുമ്പോൾ എണീറ്റ് പോയാൽ മതി. പിന്നെ യാത്രക്കാർക്കുള്ള ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഇപ്പം ബസ് വരുന്ന എത്ര മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ എത്ര സെക്കൻഡിനുള്ളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ബസ് ഈ സ്റ്റാൻഡിലെത്തും എന്ന് നമുക്ക് മൊബൈലിൽ കാണാൻ പറ്റുന്ന KSRTC ചലോ ആപ്പ് വന്നിട്ടുണ്ട്. അതുകൂടാതെ ബസ് സ്റ്റേഷനുകളിൽ ഡിസ്പ്ലേ ബോർഡ് വെച്ചിട്ടുണ്ട്. വിമാനം വരുന്ന പോലെ ഇത്ര മിനിറ്റിനുള്ളിൽ വരും എന്ന് എഴുതി കാണിക്കുന്ന, കൃത്യമായി എഴുതി കാണിക്കുന്ന, ആ ബസ്സിൻ്റെ തന്നെ GPS നിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിസ്പ്ലേ ബോർഡ് വെച്ചിട്ടുണ്ട്. എല്ലാ ടോയ്ലറ്റുകളും നന്നാക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ എല്ലാ ടോയ്ലറ്റുകളും സുലഭ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഏജൻസിക്ക് കൈമാറി. അവരത് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ഈ വെറുതെ പൈസ കിട്ടാൻ വേണ്ടി ടോയ്ലറ്റുകൾ നശിപ്പിക്കാൻ കൊടുക്കുന്ന പരിപാടി അവസാനിപ്പിച്ചു. ടോയ്ലറ്റുകളെല്ലാം വൃത്തി. അപ്പോൾ യാത്രക്കാർക്ക് യാത്രയിൽ മാത്രമല്ല, യാത്ര ചെയ്ത് പോകുമ്പോൾ ഏറ്റവും നല്ല ഹോട്ടൽ, ഏതാണ്ട് 70-ലധികം ഹോട്ടലുകൾ ഞങ്ങൾ അക്രഡിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഹോട്ടലിൽ മാത്രമേ വണ്ടി നിർത്തുള്ളൂ. അവിടെ സ്ത്രീകൾക്ക് 2 ടോയ്ലറ്റ്, പുരുഷന്മാർക്ക് 2 ടോയ്ലറ്റ്, പിന്നെ കിച്ചൺ, ഡൈനിങ് ഹാളെല്ലാം ഒരു 2 മാസത്തിലൊരിക്കൽ KSRTCയുടെ ഇൻസ്പെക്ഷൻ വിങ് പോയിട്ട്, ഒരു ടീം പോയിട്ട് പരിശോധിച്ച് അക്രഡിറ്റേഷൻ വീണ്ടും വേണമെന്ന് തീരുമാനിക്കും. അവിടെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഫുഡ് ഫ്രീ ആണ്. വേറെ ഒന്നുമില്ല, KSRTCക്ക് അതുകൊണ്ടൊരു ലാഭമില്ല. KSRTC പക്ഷേ അവിടെ നിർത്തി കൊടുക്കുമ്പോൾ യാത്രക്കാർക്ക് ടോയ്ലറ്റിൽ പോകാനും നല്ല ഭക്ഷണം കഴിക്കാനും അവസരം ഉണ്ടാകുന്നുണ്ട്. കുടുംബസമേതമുള്ള യാത്രക്കാരുടെ എണ്ണം KSRTCയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ശ്രീ AC മൊയ്തീൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ. സർ, KSRTCയെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റാൻ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ള മന്ത്രിയെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. KSRTCക്ക് സാമ്പത്തികമായി ലാഭമുണ്ടാക്കാൻ കഴിയുന്ന പുതിയ ടിക്കറ്റ് ഇതര വരുമാന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഏതൊക്കെ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്? കോഴിക്കോട് ബസ് ടെർമിനൽ കൊടുക്കാനുള്ള വല്ല നടപടികളും ആയിട്ടുണ്ടോ എന്നും കൂടെ പറഞ്ഞാൽ നന്നായി. യെസ് മിനിസ്റ്റർ. അദ്ദേഹം വാടക കൊടുത്തിരുന്ന കെട്ടിടങ്ങളാണ്. ഏതാണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ 2023 151 കടകളാണ് ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഒഴിഞ്ഞു കിടന്നത്. ഇതിൽ പലതിനും മുനിസിപ്പാലിറ്റി നമ്പർ ഇട്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ കടകൾ ഒഴിഞ്ഞു കിടക്കുന്നത് പത്തനംതിട്ടയിലാണ്. ഇപ്പോൾ പത്തനംതിട്ടയിൽ നമുക്ക് നമ്പർ ഇട്ട് കിട്ടുന്നില്ല. അവിടെ ഒരു STP വെക്കണം എന്ന് പറഞ്ഞു, അത് വെക്കാത്തത് കൊണ്ട് അതെടുത്ത് കോൺട്രാക്ടർ മരിച്ചുപോയി, അങ്ങനെ പ്രശ്നമായി കിടക്കുകയാണ്. അതിപ്പോൾ വീണ്ടും ഞങ്ങൾ തന്നെ KSRTC തന്നെ STP വെച്ചുകൊണ്ട് ഈ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഒരു 50 കടയെങ്കിലും പത്തനംതിട്ടയിൽ കൊടുക്കാൻ കഴിയും. ഏതാണ്ട് 151 കടകൾ കൊടുക്കാനുണ്ടായിരുന്നു. സ്ഥിരമായി ഒഴിഞ്ഞു കിടക്കുകയായിരുന്നതെല്ലാം. അതിൽ നടപടിയുള്ള 101 കടമുറികൾ, 101 കടമുറികളും 151 കടകൾ ഒഴിഞ്ഞു കിടന്നതിൽ സ്ഥിരമായി ഒഴിഞ്ഞു കിടന്നതാണ്. പണിതിട്ട് വർഷങ്ങളായി. പിന്നെ കാസർഗോഡൊക്കെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അതിൽ 101 കടകൾ ടെൻഡർ ചെയ്ത് കൊടുത്തുകൊണ്ട് വലിയ വരുമാന വർധനവ്. ഇനി 56 സ്ഥലങ്ങളിലേക്ക് നമ്മൾ ടെൻഡർ വിളിച്ചിട്ടുണ്ട്. സ്ക്വയർ ഫീറ്റിന് അടിസ്ഥാനത്തിൽ ചാർജ് ചെയ്തിട്ട് 26 ലക്ഷം രൂപ ഒരു മാസം അധിക വരുമാനം, നേരത്തെ കിട്ടിയിരുന്ന വരുമാനത്തെക്കാൾ ഈ ഒരു ടെൻഡറിലൂടെ അധിക വരുമാനമായി 26 ലക്ഷം രൂപ ഒരു മാസം KSRTC കിട്ടുന്നുണ്ട്. മറ്റൊരു കാര്യം, ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി. ഡ്രൈവിംഗ് സ്കൂളിലൂടെ വലിയ ഗുണമാണ്. നല്ല ഡ്രൈവറെ സൃഷ്ടിക്കാൻ കഴിയുന്നു, നല്ല ഡ്രൈവിംഗ് അറിയാവുന്ന ഡ്രൈവറെ സൃഷ്ടിക്കാൻ കഴിയുന്നു. അതോടൊപ്പം അതിൻ്റെ ലാഭം എന്ന് പറയുന്നത് ഏതാണ്ട് 3 മാസം മുമ്പുള്ള കണക്ക് ഞാൻ പറയാം. ആ കണക്ക് ഇപ്പോഴത്തെ പ്രസൻറ്റ് കണക്ക് എനിക്ക് അറിയില്ല. 3 മാസം മുമ്പുള്ള കണക്കനുസരിച്ച് 2,87 ലക്ഷം രൂപ ആ ഡ്രൈവിംഗ് സ്കൂൾ ലാഭം ഉണ്ടാക്കി കഴിഞ്ഞു KSRTC. 22 ഡ്രൈവിംഗ് സ്കൂൾ. കഴിഞ്ഞ ദിവസം ബഹുമാനായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അനിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ 22ാമത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉദ്ഘാടനം ചെയ്തു. മറ്റ് MLA മാർ ആവശ്യപ്പെട്ട പ്രകാരം ഇനി 31 ഡ്രൈവിംഗ് സ്കൂളാണ് ടാർഗറ്റ് ചെയ്തേക്കുന്നത്. മറ്റ് MLA മാരെല്ലാം സൗകര്യം ഒരുക്കി തരുന്നുണ്ട്. അവരുടെ എല്ലാ മണ്ഡലങ്ങളിൽ 31 ഡ്രൈവിംഗ് സ്കൂളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 22 പൂർത്തിയായി.
പിന്നെ അതുകൂടാതെ ഈ ബഡ്ജറ്റ് ടൂറിസം വലിയ വർധനമാണ്. ബഡ്ജറ്റ് ടൂറിസത്തിൽ അത്ഭുതകരമായ വർധനമാണ്. ബഡ്ജറ്റ് ടൂറിസത്തിൽ മാസം കിട്ടിക്കൊണ്ടിരുന്ന 1 കോടി രൂപയായിരുന്നു. 2021, 22, 23 വരെ 1 കോടി 1.25 കോടി വരെ കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞ മാസം ബഡ്ജറ്റ് ടൂറിസത്തിൽ നമുക്ക് ലഭിച്ചത് 4.5 കോടി രൂപയാണ്. അതിൽ ഏതാണ്ട് ഈ മാസം കിട്ടിയത് 5.5 കോടി രൂപയാണ്. അതായത് കഴിഞ്ഞ ജനുവരി മാസത്തിലെ ഈ മാസത്തിൽ ഏതാണ്ട് 5.5 കോടി രൂപ കിട്ടി. അതിൽ 65 ലക്ഷം രൂപ ലാഭമാണ് ആ ഒരു മാസം. അപ്പോൾ അങ്ങനെ KSRTC മാറുകയാണ്. അത് മറ്റു വരുമാനങ്ങളിൽ വലിയ വർധനവാണ് KSRTC ഉണ്ടാക്കുന്നത്. ഇനി പരസ്യങ്ങളിലൂടെയും ഒക്കെ ഇനി ബസ്സിൻ്റെ പുറത്തെ പരസ്യം മാത്രം ഇങ്ങനെ കേസും വഴക്കുമായിട്ട് കിടക്കുകയാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ അത് വരും. അതുകൂടാതെ അദ്ദേഹം ചോദിച്ച മറ്റൊരു ചോദ്യം കോഴിക്കോട് ബസ് ടെർമിനലിനെ പറ്റിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു വിദഗ്ധ സംഘത്തെ ബോട്ടണിക്കൽ എഞ്ചിനീയറിംഗ് കോളേജിനെ ഒരു ടീമിനെ നമ്മൾ അതിനുവേണ്ടി ഒരുക്കി. PWDയുടെ ഒരു ഈ ബിൽഡിംഗ് സ്ട്രെങ്ത് നോക്കാൻ വേണ്ടി ഒരു ടീമിനെ ചോദിച്ചിട്ട് കിട്ടിയില്ല. പക്ഷേ ഞങ്ങൾ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഈ എഞ്ചിനീയറിംഗ് കോളേജിലെ അവർ പഠനം നടത്തിയതിന് ശേഷം ഇതിൻ്റെ സ്ട്രെങ്ത് ഞാനത് പോയി കണ്ടതാണ്. അതിൽ സ്ട്രെങ്തിന് കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് ഒരു കള്ളത്തരം ഉണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അതിനകത്ത് സ്ട്രെങ്ത് ഒന്നും കുഴപ്പമില്ല. അതിൻ്റെ വാർത്തിരിക്കുന്നതിലെ തട്ടുകളിൽ ചില വളവൊക്കെ ഉണ്ട്. അപ്പോൾ അത് പൊളിച്ച് വാർത്താൽ മതി. പിന്നെ ചോരുന്നു എന്ന് പറയുന്നത് ശരിയല്ല. 2 ബ്ലോക്കായിട്ടാണ് ഈ കെട്ടിടം പണിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ മഴവെള്ളം ഇറങ്ങുകയാണ്. ഈ മഴവെള്ളം ഇങ്ങനെ ഇറങ്ങുന്ന ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല. അതുകൊണ്ട് വെള്ളം ഇറങ്ങുന്ന കാണുമ്പോൾ ഇത് ചോർച്ചയാണെന്ന് തോന്നുകയാണ്. ആ കെട്ടിടത്തിന് എത്രയും അധികം ഒരു ദിവസം 200-300 ബസ്സുകൾ ഈ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് കയറി ഇറങ്ങുമ്പോൾ ഒരു അനക്കമില്ല. അപ്പോൾ എന്താണ് കുഴപ്പം? എവിടെയാണ് കുഴപ്പം? അപ്പോൾ ആരും അങ്ങനെ പ്രചരിപ്പിച്ചാണെന്നാണ് എൻ്റെ വിശ്വാസം. അതെൻ്റെ വ്യക്തിപരമായ വിശ്വാസമാണ്. ഞാൻ കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ്. ഞാൻ ഉറപ്പിച്ച് പറയുകയല്ല. പക്ഷേ അത് പഠിക്കാൻ വേണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അവർ പഠന റിപ്പോർട്ട് ഉടനെ കിട്ടും. കിട്ടിയാൽ ഉടനെ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും അതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോയി അത് തുറക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തും. അതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു കുഴപ്പം ഉള്ളതായിട്ട് എനിക്ക് വ്യക്തിപരമായി തോന്നിയില്ല. ശ്രീ പി നന്ദകുമാർ. സർ, ശ്രദ്ധേയമായ നേട്ടങ്ങളാണ് KSRTC നടത്തിയിട്ടുള്ളത്. ഈ നഷ്ടത്തിലോടുന്ന റൂട്ടുകൾ ലാഭകരമാക്കാനും സമയനിഷ്ഠ പാലിക്കാനും എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഈ നഷ്ടത്തിൽ പലപ്പോഴും ഓടിയിരുന്നതിൻ്റെ രഹസ്യം അങ്ങ് പറയാം. പരസ്യമായിട്ട് പറയാവുന്നൊരു കാര്യമാണ്. ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ മുന്നിൽ കയറി ഓടുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പ്രൈവറ്റ് ബസ്സുകാർ വളരെ പുതിയ വണ്ടികളായിരിക്കും. അവർ മത്സരിച്ച് ഓടാൻ തയ്യാറാണ്. പക്ഷേ നമ്മുടെ ഡ്രൈവർമാർ അതിന് മത്സരിച്ച് ഓടാൻ തയ്യാറല്ല. മത്സരിച്ച് ഓടിയാൽ അപകടം ഉണ്ടാക്കും. അതുകൊണ്ട് ആദ്യം തന്നെ ഒരു പോളിസി ഞാൻ മന്ത്രിയായിട്ട് വന്നപ്പോൾ ഒരു തീരുമാനം എടുത്തു. ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ തലയ്ക്കൽ ഓടുന്ന പരിപാടി നമുക്ക് നിർത്താം. അവരൊരു ബിസിനസ്സാണ്. അവർ ടാക്സ് അടയ്ക്കുന്നവരാണ്. അവർ നടത്തട്ടെ. നമുക്ക് എക്സ്ക്ലൂസീവായിട്ടുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും പാവപ്പെട്ടവരും സാധാരണക്കാരും താമസിക്കുന്ന മലയോര മേഖലകളടക്കം പുതിയ ബസ് വാങ്ങിക്കൊണ്ട് ചെറിയ ബസ് വാങ്ങി നമ്മൾ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ കളക്ഷൻ വർദ്ധിച്ചു. ഈ കളക്ഷൻ വർദ്ധിച്ചതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ഈ അനാവശ്യമായ ഒരു അൺഹെൽത്തി കോമ്പറ്റീഷന് പോകണ്ട എന്നുള്ള തീരുമാനമാണ്. അവരും പൈസ ഉണ്ടാക്കുന്നു, അവർ ടാക്സ് അടയ്ക്കുന്നു, അവർ ജീവിക്കുന്നു, നമ്മളൊരു സൈഡിൽ കൂടെ മുന്നേറുന്നു. നമുക്ക് അതിൻ്റെ നാഷണലൈസ് ചെയ്ത റൂട്ടുകളുണ്ട്. ഒരു പ്രൈവറ്റ് ബസ്സോ ഒരു KSRTC ബസ്സോ ഒന്നും പോകാതെ മനുഷ്യൻ ബുദ്ധിമുട്ടുന്ന റൂട്ടുകളിലേക്ക് നമ്മൾ ഷിഫ്റ്റായി. കുറേ ലോക്കൽ റൂട്ടുകൾ അങ്ങോട്ട് ഷിഫ്റ്റ് ആയപ്പോൾ നമുക്ക് ലോക്കൽ ബസ്സുകളിൽ നല്ല കളക്ഷൻ വരെയാണ്. അതിൽ അത്ഭുതകരമായ ഒരു കാര്യം, ഒരു കണക്കുണ്ട്. ആ കണക്കിൽ പറയുന്നത് ഒരു ബസ്സിൻ്റെ ഏണിങ്സ് പെർ കിലോമീറ്ററാണ്. 2021 ഒരു ബസ് 1 കിലോമീറ്റർ ഓടുമ്പോൾ നേടിയിരുന്നത് 34 രൂപ 62 പൈസയായിരുന്നു. 2022 ബസ് നേടുന്നത് 46.84 ആണ്. 2023 48.16 2024 48.46 2025 50.88 2026 ഇന്ന് വരെ 31/1 വരെ ഏതാണ്ട് 50.81 എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശരാശരിയാണ് ഈ ഏണിങ്സ് പെർ കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏണിങ്സ് പെർ കിലോമീറ്റർ ആണ് സാർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ബഹുമാനായ മന്ത്രി പറഞ്ഞപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്ന സ്ഥലത്ത് ഈ KSRTC ബസ് ഓടാതിരിക്കുക അതൊരു നയമായിട്ട് പറയുന്ന പോലെ തോന്നി. അങ്ങനെ വന്നാൽ അത് വലിയ പ്രയാസങ്ങളുണ്ടാക്കും. അൺഹെൽത്തി കോമ്പറ്റീഷൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണ്. അത് ഒഴിവാക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ സാധാരണഗതിയിൽ ഇന്ന് കേരളത്തിൽ ധാരാളം പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്ന റൂട്ടിലും KSRTC ബസ്സുകൾ ഓടുന്നുണ്ട്. അവിടെ നിന്നെല്ലാം KSRTC ബസ്സുകൾ പിൻവലിക്കുക എന്നൊരു നയം നമ്മുടെ ഗവൺമെൻറ്റിന് സ്വീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് ആ തരത്തിലേക്ക് പോയാൽ അത് വിഷമായി മാറുന്നതുകൊണ്ടാണ് അത് വ്യക്തമാക്കുന്നത്. പ്രൈവറ്റ് ബസ്സുമായി അൺഹെൽത്തി കോമ്പറ്റീഷൻ അല്ല. പ്രൈവറ്റ് ബസ് ഓടുന്ന എല്ലാ സ്ഥലത്തും മാറുന്ന പ്രശ്നമേ ഇല്ല. ഈ പ്രൈവറ്റ് ബസ് ഓടുന്ന സ്ഥലത്തെല്ലാം നമ്മൾ വണ്ടി ഓടുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് തീരെ വണ്ടിയില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ വണ്ടികൾ ഓടിച്ചപ്പോൾ കളക്ഷൻ കിട്ടി. ഇവരുമായി മത്സരിച്ച് ലോക്കൽ ബസ്സുകളൊക്കെ ഇങ്ങനെ മത്സരിക്കുകയാണ്. ആ മത്സരത്തിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റാതെ വന്നുകൊണ്ടാണ്. കാരണം അതിനകത്ത് എല്ലാ സ്ഥലത്തും മാറിക്കൊടുക്കുമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ എല്ലാ സ്ഥലത്തും മാറിക്കൊടുക്കത്തില്ല. കാരണം പ്രൈവറ്റ് ബസ്സിൻ്റെ കുത്തകകൾ തകർത്തുകൊണ്ടാണ് KSRTC മുന്നേറുന്നത്. നമ്മൾ ബാംഗ്ലൂർ ബസ്സൊക്കെ പോകുന്ന ബസ്സുകളിൽ പ്രൈവറ്റ് ബസ്സിന് കിട്ടുന്നതിനേക്കാളും വലിയ കളക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ആ കോമ്പറ്റീഷനിൽ മുന്നിലുണ്ട്. നല്ല വണ്ടി വാങ്ങിച്ചതിൻ്റെ മുന്നിലുണ്ട്. ദീർഘദൂര സർവീസുകൾ മുഴുവൻ നമ്മുടെ കയ്യിലാണ്. ഈ ലോക്കൽ ബസ്സുകളിലാണ് പലപ്പോഴും പുതിയ വണ്ടി വാങ്ങിച്ചപ്പോൾ ചെറിയ ബസ്സുകൾ വാങ്ങിച്ചാൽ നമുക്ക് ഉൾപ്രദേശങ്ങളിലെല്ലാം
പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ട്രൈബൽ ഏരിയകളിലൊക്കെ നമുക്ക് ഓടിക്കാൻ കഴിയുന്നുണ്ട്. ഒരു കാരണവശാലും പ്രൈവറ്റ് ബസ്സിൻ്റെ അടുത്ത് മാറിക്കൊടുക്കും എന്ന് പ്രതീക്ഷിക്കേണ്ട, അത് മാറില്ല. ശ്രീമതി ഒ എസ് അംബിക. സാർ, എൻ്റെ ചോദ്യം KSRTCയിൽ ഈ ഓഫീസ് സംവിധാനം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ പുരോഗതി വ്യക്തമാക്കാമോ? ഇതിലൂടെ ഭരണപരമായ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുവാൻ സാധിക്കുമോ? യെസ് മിനിസ്റ്റർ. ഒരുവിധം ഡിപ്പോകളുള്ള സ്ഥലത്തെ എല്ലാം MLA-മാർ അവരുടെ ഫണ്ട് വെച്ച് KSRTCക്ക് സാമ്പത്തികമില്ലാത്തതുകൊണ്ട് MLA-മാരോട് അഭ്യർത്ഥിച്ചിരുന്നു. അവരുടെ MLA ഫണ്ട് ഉപയോഗിച്ച് മിക്കവാറും എല്ലാ MLA-മാരും ഈ ഓഫീസ് ഉണ്ടാക്കാനുള്ള കമ്പ്യൂട്ടർ വാങ്ങിത്തന്നു. അത് 7 ലക്ഷം രൂപ വരെ അവർ തന്നു കഴിഞ്ഞാൽ ഈ ഓഫീസായി മാറും. ഇനി കുറച്ച് ഓഫീസിനുകൊണ്ട് ഈ ഓഫീസായി മാറാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഉടൻ തന്നെ KSRTC പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് അതുകൂടി ഈ ഓഫീസാകും. ഈ ഓഫീസാകുമ്പോൾ ഗുണം എന്ന് പറഞ്ഞാൽ ജീവനക്കാരുടെ ഫയലുകൾ, അവരുടെ ഈ പെൻഷൻ ഫയലുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, റിട്ടയർമെൻറ്റിൻ്റെ കാര്യങ്ങൾ, മറ്റ് പേപ്പറുകളെല്ലാം വേഗത്തിലാക്കാൻ കഴിയും. ശരിക്കും കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ ഒരു മിനിസ്റ്റീരിയൽ സ്റ്റാഫിന് ഒരു ദിവസം ശരാശരി മാക്സിമം 1 മണിക്കൂർ കൂടുതൽ ജോലി ഉണ്ടാവില്ല. അതാണ് ഇപ്പോൾ വന്ന സ്ഥലങ്ങളിലെ കണ്ടുപിടുത്തം. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഈ ഓഫീസാക്കി മാറ്റും. ഏതാനും അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാ ഓഫീസുകളും ഈ ഓഫീസായി മാറും. ശ്രീ തോമസ് കെ തോമസ്. സാർ, അങ്ങ് ഏറ്റെടുത്തതിന് ശേഷം വളരെ ഭംഗിയായി നല്ലതായ രീതിയിലാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് പോകുന്നത്. തീർച്ചയായിട്ടും അങ്ങേ അഭിനന്ദിക്കുന്നു. സാറേ, കഴിഞ്ഞ ദിവസം വികസന ജാഥ നടന്നപ്പോൾ ഞാൻ തലവടി ചക്കുളത്തുകാവിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ഇവിടുത്തെ ആൾക്കാർ എന്നോട് കംപ്ലയിൻറ്റ് പറഞ്ഞു. ആ കംപ്ലയിൻറ്റ് ഇതാണ്: മുട്ടാർ വഴി ഒരു KSRTC ബസ് ആലപ്പുഴയിൽ നിന്നുണ്ടായിരുന്നു. ചങ്ങനാശ്ശേരി എന്നുള്ള ബസ് ഓടുന്നുണ്ട്, പക്ഷേ ആലപ്പുഴയിൽ നിന്ന് തലവടി വഴി മുട്ടാർ വഴിയുള്ള ബസ് നിർത്തിയിരിക്കുകയാണ്. അടിയന്തരമായി അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള സംവിധാനവും അത് പരിശോധിച്ച് വേണ്ട ചെയ്യാം. സുപാൽ. സാർ, വളരെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പോയാണ് പുല്ലൂർ KSRTC ഡിപ്പോ. അതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടും കൂടുതൽ സർവീസ് ആരംഭിക്കുന്ന വിഷയത്തിലുമൊക്കെ അങ്ങ് കാണിച്ച താല്പര്യത്തെ ഞാൻ എടുത്തു പറയുകയാണ് സാർ. അവിടെ ഇപ്പോൾ 5 കോടി രൂപയാണ് ഡിപ്പോയുടെ വികസനവുമായി ബന്ധപ്പെട്ട് അനുവദിച്ചിട്ടുള്ളത്. അടിയന്തരമായി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണം ഒരുക്കാൻ കഴിയുമോ? ആ പ്രവർത്തനങ്ങൾ. സർ, പുല്ലൂർ ഡിപ്പോ വളരെ പ്രധാനപ്പെട്ട ഡിപ്പോ ആയിരുന്നു. എല്ലാ കാലത്തും നഷ്ടത്തിൽ പോയിരുന്ന ഒരു ഡിപ്പോ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ലാഭത്തിലേക്ക് വന്നു. പുല്ലൂർ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ 3 ഡിപ്പോകളുണ്ട്: ആര്യങ്കാവും, കുളത്തൂപ്പുഴയും. ഇത് 3 ഡിപ്പോകളും ലാഭത്തിലാണ് പോകുന്നത്. വളരെ എഫിഷ്യൻസി പുല്ലൂർ വന്ന് വലിയ പരാതികളുള്ളൊരു സ്ഥലമായിരുന്നു പുല്ലൂർ ഡിപ്പോ. ഇപ്പോൾ ആ എഫിഷ്യൻസി നന്നായി വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പരാതികൾ കുറഞ്ഞു. അദ്ദേഹം ആവശ്യപ്പെട്ട പരമാവധി വാഹനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഈ അടുത്ത ദിവസത്തും നമ്മൾ അവിടെ നിന്ന് ശിവഗിരി ആശ്രമത്തിലേക്കും ശിവഗിരി വർക്കല ക്ഷേത്രത്തിലേക്കും ഒരു ബസ് ഞങ്ങൾ തുടങ്ങി. അങ്ങനെ എല്ലാ റൂട്ടുകളിലേക്കും നല്ല രീതിയിൽ അവിടെ നിന്ന് ബസ് ഓടുന്നുണ്ട്. ബസ് സ്റ്റാൻഡിന് വേണ്ടി അദ്ദേഹം പണം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അത് PWD ആണ് കൺസ്ട്രക്ഷൻ. ഇപ്പോൾ നമ്മളെ മന്ത്രിമാരുടെയും MLA-മാരുടെയുമായ മണ്ഡലങ്ങളിൽ നേരത്തെ പണം തന്ന പല MLA-മാരുടെയും ഡിസൈൻ വരുന്നതിന്, കാരണം അവർക്ക് പരിമിതികളുണ്ട്. ധാരാളം ബസ് സ്റ്റാൻഡുകൾ അങ്ങ് പണിയാൻ, കായംകുളം വരുന്നു, തൃശ്ശൂർ വരുന്നു, ഇതെല്ലാം പണിയാനുള്ളത് കൊണ്ട് PWD ഉദ്യോഗസ്ഥർക്ക് വലിയ തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് അവരോട് നിർബന്ധിക്കുന്നുണ്ട് ഇതിൻ്റെയും കൂടി പ്ലാൻ വരച്ച് പെട്ടെന്ന് തരാനുള്ള നടപടി നമ്മൾ സ്വീകരിക്കുന്നു. ഓർഡർ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു.